പിന്നെ ഇറ്റാലിയൻ മാർബിൾ നമ്മുടെ വീടിന് അലങ്കരിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു പ്രൗഡ് ഉണ്ടല്ലേ? കോസ്റ്റ്ലി ആണ്. ഏകദേശം 195 മുതൽ അങ്ങോട്ട് പോയിട്ട് 1500 വരെയുള്ള റേഞ്ചാണ് സ്ക്വയർ ഫീറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. 195 മുതൽ 1500 വരെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ. മാർബിളിൽ ഏറ്റവും വില കൂടിയ ഇനം ഏതാണ്? ഏറ്റവും വില കൂടുതൽ വരുന്നത് ടാസോസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്യൂർ വൈറ്റ്, ഇപ്പോൾ ഈ ഫ്ലോർ ചെയ്തിരിക്കുന്ന ഈ വൈറ്റ് 1500 രൂപയാണ് സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് നല്ല ക്വാളിറ്റി 2000 ഒക്കെ വരുന്നുണ്ട്. നല്ല അതിൻ്റെ ലാസ്റ്റിങ്ങിനൊക്കെ മാറ്റം വില കൂടുന്തോറും ഇതിൻ്റെ ലാസ്റ്റിംഗ് ഹാർഡ് കൂടുതലായിരിക്കും, ഡെൻസിറ്റി കൂടുതലായിരിക്കും. ആയതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഹർമിൽ ഉള്ളൊരു വൈറ്റ് കളറുണ്ട്, പ്യൂർ വൈറ്റിൽ. അത് എന്ന് പറഞ്ഞാൽ ഗ്രീസിൽ നിന്ന് വരുന്നൊരു മെറ്റീരിയലാണ്. ആ കല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്യൂർ വൈറ്റ് ആണ്. ആ കല്ല് ചൂടാവില്ല, ഈ സെയിം മെറ്റീരിയലാണ്. അത് ഒരിക്കലും പിന്നെ ചൂടാവില്ല. ആ കല്ലിൻ്റെ പ്രത്യേകത അതാണ്. അല്ല, മാർബിൾ പൊതുവെ തണുപ്പല്ലേ ശരിക്കും? ആ ഒരു കല്ലിന് പ്രത്യേകിച്ച് തണുപ്പുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് അവിടെ ഈ ഹർം സറൗണ്ടിങ്ങിൽ ഫുള്ള് ആ ഒരു വൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ മാർബിളിന് എനിക്ക് തോന്നുന്നത് രാജസ്ഥാനാണല്ലേ? നോർത്ത് ഇന്ത്യയിൽ ഈ സെക്ടറിൽ മാർബിൾ ഇല്ല. സൗത്ത് ഫുള്ള് ഗ്രനൈറ്റും നോർത്ത് ഫുള്ള് മാർബിളുമാണ് അവൈലബിൾ ഉള്ളത്. ഗ്രനൈറ്റ് ഉള്ളത് ഏറ്റവും നല്ല ഗ്രനൈറ്റ്സ് അവൈലബിൾ സൗത്താണ്. അതായത് കർണാടക, തമിഴ്നാട്, കേരള, ആന്ധ്ര, ഈ 4 സ്ഥലങ്ങളിലാണ് ഗ്രനൈറ്റ് അവൈലബിൾ. മാർബിൾ അവൈലബിൾ ഫുള്ള് നോർത്തിലാണ്, രാജസ്ഥാനാണ്. ഗ്രാനൈറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മാർബിള്, ഇന്ത്യൻ മാർബിള് നമ്മുടെ കേരള ക്ലൈമറ്റിന് മാച്ചല്ല. കാരണം ഇന്ത്യൻ മാർബിൾ അവിടുന്ന് വാങ്ങുമ്പോൾ നല്ല വൈറ്റ് ആയിട്ട് തന്നെ കാണാം. അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിരിച്ച് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അത് മഞ്ഞ നിറം വരും. കാരണം അത് കാൽസ്യം കാർബണേറ്റാണ്. നമ്മൾ ഈ കടൽക്കാറ്റോ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് കളർ ചേഞ്ച് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം വിരിക്കുന്ന സമയത്ത് നല്ല വൈറ്റ്, ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് യെല്ലോ കളർ വരുന്നുണ്ടോ? അത് ഇവിടെ ഏറ്റവും ബെസ്റ്റ് കേരളത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഗ്രാനൈറ്റാണ്. ഗ്രാനൈറ്റ് വൈറ്റ് ഉണ്ടോ? ഗ്രാനൈറ്റിൽ വൈറ്റ് ഇല്ല, പല കളറുകളുണ്ട്, ലൈറ്റ് കളറുണ്ട്. ഗ്രാനൈറ്റ് ആണ് ഏറ്റവും നല്ല ഹാർഡ്, അതായത് സിലിക്കാണ്, അത് കറക്റ്റ് ഗ്രാനൈറ്റ് ആണ്. പിന്നെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനത്തിൽ അയൺ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പ്രോബ്ലം ഇല്ലാത്തത്. നമ്മളിവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്ന് വരുന്ന കൂടുതൽ ഐറ്റംസിലും അയൺ കണ്ടന്റ് ഉണ്ട്. പ്രത്യേകിച്ച് കടൽക്കാറ്റോ കോസ്റ്റൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ കളർ ചേഞ്ച് ആവും. അതാണ് വേറെ ഇൻഫർമേഷൻ ഇതിൽ തരാൻ പറ്റുന്നില്ല. ഈ മാർബിളിൽ തന്നെ വൈറ്റ് കളർ ചേഞ്ച് ചെയ്യാത്ത മാർബിൾ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യണ മാർബിൾ ആയിരിക്കും അല്ലേ? വൈറ്റ് എന്നും വൈറ്റ്നസ് കീപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഉണ്ടാവും. ഇതൊക്കെ അങ്ങനെ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതാണ് ഈ പറഞ്ഞ 1000 ഉള്ള പ്രത്യേകതകളാണ്. അത് 195 മുതലുള്ള കല്ലുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഞങ്ങളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ക്ലൈമറ്റും കൂടെ നോക്കിയിട്ടുള്ള കല്ലുകൾ മാത്രമാണ്. കാരണം ഇവിടെ വന്നാൽ അത് പ്രോബ്ലം വരാത്ത അയൺ കണ്ടന്റൊന്നും ഇല്ലാത്ത മെറ്റൽ മാത്രമേ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഷോറൂമിൽ നിങ്ങളുടെ ഇതിൽ പെടുന്നതാണല്ലേ ഏറ്റവും വലിയ? ഇപ്പം ഇറ്റാലിയൻ മാർബിൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമേ പറഞ്ഞല്ലോ, നിങ്ങൾ മാത്രം ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഗ്രാനൈറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഗ്രാനൈറ്റിനെ ഞങ്ങൾ കേരളത്തിലെ ആദ്യത്തെ ഗ്രാനൈറ്റ് ഫാക്ടറിയാണ്. ഈ ഗ്രാനൈറ്റിലും പല ആളുകളും കബളിപ്പെടുന്നുണ്ട്. കാരണം ഇപ്പം ഞങ്ങൾക്കും ബാംഗ്ലൂരൊക്കെ ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. ഇത് ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി സെപ്പറേറ്റും സെക്കൻഡ് ക്വാളിറ്റി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നത്. സെയിം സാധനം ബാംഗ്ലൂരാണ് ഹബ്ബാണ്, ഗ്രാനൈറ്റിന് ഹബ്ബായത്. പല കേരളത്തിലെ ആളുകളും ഡെയിലി എത്തിപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ പ്രൈസിങ് മാത്രമാണ് അവിടുത്തെ. അവിടെ കൂടുതലും മാർവാടി കച്ചവടങ്ങളാണ്. അവിടുത്തെ മാർവാടി സ്റ്റൈലറില്ല, കച്ചവടത്തിന് സ്റ്റൈലറില്ല, ക്വാളിറ്റി കണക്കായിരിക്കും, വില ഒരു ഇത് ചെയ്യും. പക്ഷെ അവിടെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ഫസ്റ്റ് സെക്കൻഡ് സെപ്പറേഷൻ ഉണ്ടാവില്ല. പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന. ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗ്രാനൈറ്റ് ടൈല് സെക്കൻഡ് ആണെങ്കിൽ ഞങ്ങൾ 39 രൂപയ്ക്ക് മൊത്തം കൊടുക്കുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ 56 രൂപ ടൈലാണെങ്കിൽ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ കിട്ടുന്ന അതേ വിലക്കാണ് ഞങ്ങൾ ബാംഗ്ലൂർ വെക്കുന്നത്. സ്ലാബ് ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു 115 സ്ലാബ് അവിടെ വെക്കുന്നത്. സെക്കൻഡ് ക്വാളിറ്റി ആകുമ്പോൾ 85 ആണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ റേറ്റിനാണ് ഞങ്ങൾ അവിടെ വെക്കുന്നത്. ആ ആവറേജ് ഒരു 95 റേഞ്ചിൽ വരും. ഇത് അധികം പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ ലോക്കൽ ടാക്സ് 16%, ലോറി വാടകയും എൻട്രി ടാക്സ് എല്ലാം കൊടുത്തു വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ മാർബിൾ കടകളിൽ നിന്ന് കിട്ടുന്നതിനാണ് കൂടുതൽ കാശിന് കൊടുത്തിവിടെ എത്തുന്നത്. കസ്റ്റമർ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വില കുറവ് തോന്നും. പക്ഷേ ഇത് ഇവിടെ കൊണ്ടുവരുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ വില ഇതെല്ലാം ടാക്സൊക്കെ ട്രാൻസ്പോർട്ടിങ് എല്ലാം കഴിയുമ്പോൾ അങ്ങനെ റേഞ്ച് മാറ്റം വരും. ഇപ്പോൾ ശരിക്കും ഗ്രാനൈറ്റാണോ മാർബിളാണോ ജനങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ഇമ്പോർട്ടൻറ്റ് മാർബിളിൻ്റെ ട്രെൻഡാണ്. ഇപ്പം നല്ല ശതമാനം ആളുകളും ഇപ്പം വീട് എടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മാർബിളാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ. പിന്നെ അതിനോടനുബന്ധിച്ച് പിന്നെ ഗ്രാനൈറ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് മാർബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ, പിന്നെ വേറെ മാർബിൾ ഉണ്ട്, സ്പെയിൻ ഉണ്ട്. ഞങ്ങൾ തന്നെ 9 കൺട്രിയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ഏതൊക്കെ രാജ്യങ്ങളാണ്? സ്പെയിൻ, ഗ്രീസ്, നോർവേ, ഈജിപ്റ്റ്, ടർക്കി, കുറേ കൺട്രിയിൽ നിന്ന് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല കൺട്രിയിൽ നിന്ന്. അതിൽ ഏറ്റവും ബെറ്റർ ഇറ്റാലിയനാണ്. ഇറ്റാലിയനും ടർക്കിഷും ആണ്. ഞങ്ങൾ പിന്നെ സ്പെയിനിൽ നിന്നുള്ള മെറ്റീരിയലാണ് ഏറ്റവും നല്ല, കൂടുതൽ മൂവിങ് ഉള്ളതും ഏറ്റവും നല്ല കല്ലുകൾ പെട്ടത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? ഞങ്ങളെ ഫാക്ടറി മൊത്തത്തിലൊരു 500 വർക്കേഴ്സ് ഞങ്ങൾ മൊത്തത്തിലുണ്ട്. ഇവിടെ ഞങ്ങൾ ഓരോ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. മൊത്തത്തിൽ ഞങ്ങൾ 500 വർക്കേഴ്സ് ഞങ്ങൾ ഓൾ ടുഗദർ ഞങ്ങളെല്ലാം
ഇതിലും കൂടെ ആയിട്ടുണ്ട്. ഈ സക്കീറിന് ഇവിടെ കാലിക്കറ്റ് മാത്രമാണ്, അത് കൂടാതെ ഞങ്ങൾക്ക് കൂടാതെ തമിഴ്നാട്ടിലുണ്ട്, തലവാടിയിലുണ്ട്, നോർത്തിൽ രാജസ്ഥാനിൽ ജാലൂരിലുണ്ട്, പിന്നെ ബാംഗ്ലൂരുണ്ട്, മൈസൂർ കുൺസൂറുണ്ട്, പിന്നെ ഫറൂഖിൽ കാലിക്കറ്റിൽ ഫറൂഖിലുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത്. ഞാനും എൻ്റെ വൈഫ് മാത്രമാണ് ഇതിൽ. വേറെ ചോദിക്കാൻ വന്നത്, ഞങ്ങൾ പാർട്ട്നേഴ്സ് ഒന്നുമില്ല. ആണല്ലേ? ഞങ്ങൾ ഫാമിലി പാർട്ടിഷൻ കഴിഞ്ഞിട്ട് 10 വർഷം മുമ്പ് ഞങ്ങൾ സ്വന്തമായിട്ട്, ഞാനും വൈഫ് മാത്രമാണ് ഇതിൻ്റെ കൈകാര്യം ചെയ്യുന്നത്.